ഇതെൻ്റെ പേരായിട്ട് അഭിനയിക്കുന്ന ആളാണ്. ഞങ്ങളുടെ കുറേ സംഭവങ്ങളുണ്ട് ഇതിൽ. പക്ഷെ ഇനി സിനിമ കാണുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ഭാര്യ കൊടുക്കാം. നമസ്കാരം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ സിനിമ കണ്ടു തുടങ്ങിയ കാലം മുതലുള്ള ആൾക്കാരുടെ കൂടെ ഇപ്പോൾ വിജയരാഘവൻ ചേട്ടനാണെങ്കിലും അശോകൻ ചേട്ടനാണെങ്കിലും ഷാജോൻ ചേട്ടൻ ടീമിൻ്റെ ഇവിടെയൊക്കെ കൂടെ അഭിനയിക്കുക എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അതിന് എന്നെ ഇതിലേക്ക് വിളിച്ച മാതാടൻ സാറാണെങ്കിലും അതുപോലെ ഹിരൺ ചേട്ടനാണെങ്കിലും ഒരു വലിയ താങ്ക്സ്. ഇതിന് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ സാധിച്ചതിന്. ഈ ഓട്ടംതുള്ളൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതിന് ഒരുപാട് വലിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് നമ്മുടെ മാർത്താണ്ഡ സാറാണ്. ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ച മാർത്താണ്ഡ സാറിന്റെ കൂടെ ഈ വർക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ നമ്മൾ ചെറുപ്പം മുതലേ ഒരുപാട് ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ഒരുപാട് ചിരിപ്പിക്കുകയും ഇപ്പോഴാണ് ചിന്തിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ചെറുപ്പത്തിന് മുതൽ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരുപാട് വലിയ വലിയ ആക്ടറിന്റെ കൂടെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റി. അവരുടെ കൂടെ എന്താ വെച്ചാൽ വലിയ പ്രസംഗത്തിന് വേണ്ടി എനിക്ക് പറയാം, അവരെടുക്കുന്ന കുറെ കാര്യങ്ങൾ പഠിച്ചു. പക്ഷെ ഒരു കാര്യം ഞാൻ പഠിച്ചിട്ടില്ല, അഭിനയത്തിന്റെ കാര്യം. പക്ഷെ ഇവരെടുക്കുന്ന പഠിച്ചൊരു കാര്യമുണ്ട്. ഞാന് ശരിക്കും എന്റെ മനസ്സിൽ തോന്നിയ കാര്യം പറയുന്നത്. അപ്പോ വലിയ വലിയ ആക്ടറിന്റെ കൂടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് വേണമെങ്കിൽ എനിക്ക് തള്ളാം. പക്ഷെ അതൊന്നും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. എത്ര വലിയ ആർട്ടിസ്റ്റ്, ഇപ്പൊ നമ്മുടെ വിജയരാഘവൻ സാറാണെങ്കിലും ഇത്ര ഒരുപാട് വലിയ വലിയ ആക്ടേഴ്സ് ഉണ്ട്. അപ്പോ അവരൊക്കെ നമ്മളോട് പെരുമാറിയത്, ഒരുപാട് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട് അവിടെ ഇരിക്കുന്നത്. അപ്പൊ നമ്മളോടൊക്കെ പെരുമാറുന്നത് പ്രൊഡക്ഷനിൽ നിന്ന് വരുന്ന ആൾക്കാരോടായാലും ഡയറക്ടർ സാറിനോടായാലും നമ്മളോടായാലും. ഇപ്പൊ നമ്മളൊരു ഗുഡ് മോർണിംഗ് പറയാൻ മറന്നാൽ പോലും, പറയാൻ മറക്കുന്നത് ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും. ഏത് മൂഡിലാണ് നിങ്ങൾ ഇരിക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഇവരൊക്കെ ഇപ്പൊ ഏത് മൂഡിലാണ് ഇരിക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പോയി ഗുഡ് മോർണിംഗ് പറഞ്ഞത് അവസരം അങ്ങനെയായിരിക്കും, എന്താ പറയണ്ടേ, അതായിരിക്കും എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയായിരിക്കും പറയാൻ മടിക്കുന്നത്. പക്ഷെ തിരിച്ച് ഇങ്ങോട്ട് വന്നൊരു ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഞാൻ ചെറുതായി പോയ പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് സാർ ഒരുപാട് പ്രാവശ്യം. ഷാജൻ ചേട്ടനോട് മാത്രമല്ല എല്ലാരും. സിനിമ വിളിച്ചപ്പോ ഞാൻ അമ്മയോട് പറഞ്ഞത് എന്താ അറിയോ, എക്സ്പ്രഷൻ ചേട്ടാ മുതലാളി ചെക്ക അതെന്റെ അതുപോലെ ആരോ പറഞ്ഞ പോലെ ഇത് എന്റെ കോള് വന്നത് കറക്റ്റ് ആണോ. ഹിരൺ ചേട്ടൻ വിളിച്ചു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഞാൻ ഇവിടെ വന്നപ്പോ സെറ്റിലൊക്കെ ഈ പ്രൊഡ്യൂസർ എന്നൊക്കെ പറയുമ്പോ അഴകിയരാണെന്ന് ഞാൻ വിചാരിച്ചു വന്ന പ്രൊഡ്യൂസർ സത്യം കൊണ്ട് എന്റെ നാട്ടുകാരനാണെന്ന് ഞാനിവിടെ വന്നിട്ടാ മനസ്സിലാക്കിയത്. മോഹനൻ ചേട്ടൻ എന്റെ സ്വന്തം നാട്ടുകാരനാണ്. ഭാര്യ സരീച്ചി അതേപോലെ സംസാരിച്ച്. അപ്പോ ഞാനിങ്ങനെ എന്റെ ഇവിടുന്ന് വരുന്നതൊന്നും പറയാതെ പിടിച്ചിങ്ങനെ സംസാരിക്കുമായിരുന്നു എല്ലാരും കൂടി ഇരിക്കുന്ന സമയത്ത്. ഞാനൊരു ഫാനാണ് ശരിക്കും. സിനിമകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഓ ബേബിയിൽ അഭിനയം കണ്ടിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റ്. കാരണം തോക്ക് പിടിച്ചുകൊണ്ട് പോകുന്ന ദുഷ്ടനൊന്നും അല്ല, എന്തൊരു ക്യൂട്ടായിട്ടുള്ള ഒരാളാണ്. ഇനിയും ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. കാരണം എന്റെയൊക്കെ ഫാമിലിയിലുള്ള ഒരുപാട് കാരണവന്മാരുടെ ആ ലുക്കാണ്, ആ ഗ്രേസ്. അപ്പൊ അതിന്റെ റിക്വസ്റ്റ് ആണ് ആക്ടിങ് തുടരണം. പിന്നെ നന്ദി പറയുന്നത് മോഹൻ ചേട്ടന് തന്നെയാണ്. കാരണം നിർമ്മാതാവില്ലെങ്കിൽ ഒരു സിനിമ ഒരിക്കലും ഉണ്ടാവില്ല. എത്ര നന്ദി പറഞ്ഞാല്. കാരണം ഒരുപാട് വലിയ ടൈറ്റിൽ എന്നുള്ള ആക്ടേഴ്സ് എല്ലാം കഴിവുള്ളവർ തന്നെയാണ്. പക്ഷെ ആ റിസ്ക് എടുക്കാൻ മനസ്സ് കാണിച്ചത് നിർമ്മാതാവ് എന്ന് പറയുന്ന ഒരു മാതാവാണ്. ആ മാതാവ് ഉണ്ടെങ്കിലേ ഒരു സിനിമ ഗർഭം ധരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരെ ഞാൻ 100% ഡെഡിക്കേറ്റ് ചെയ്യുന്ന അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് നന്ദി അർപ്പിക്കുകയാണ്. പിന്നെ മാർത്താണ്ഡനെ ഇന്ന് പുണ്യാളനായിട്ട് പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. എല്ലാവരും നല്ല വാക്ക്, ഇങ്ങനൊരു ദിവസം കിട്ടൂല. അപ്പൊ എല്ലാവരും സിനിമാക്കാരനായിട്ടാണ്, പക്ഷെ ഞാനൊരു ഹ്യൂമൻ ബീങ് ആയിട്ടാണ് കാണുന്നത്. കാരണം എന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ ജോണി എസപ്പ എന്ന് പറയുന്ന സമയത്ത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി കിടക്കുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തുടരുന്ന പ്രാഞ്ചിയക്കാന്റെ സൈഡ് എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കയുടെ ഡ്രൈവറായിട്ട് ഞാൻ വന്നപ്പോൾ അവിടെ എല്ലാം ലെജൻസ് ആയിരിക്കുന്നത് മമ്മൂക്കയും വേണു സാറും അതുപോലെ തന്നെ രഞ്ജിത്ത് സാറൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിന്ന ഒരാളാണ്. അതിനുശേഷം ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജിനോടൊപ്പം ആര് വേണം എന്നുള്ള ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ രഞ്ജിത്ത് സാറിന് എന്നറിയാമെങ്കിലും
ആൻഡ്രൂ ജോസഫ് എന്ന് പറയുന്ന പ്രൊഡ്യൂസർ മാർത്താണ്ഡനും കൂടി എന്നെ റെക്കമെൻഡ് ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സീറ്റ് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഏത് സിനിമ ലൊക്കേഷനിൽ ചെന്നാലും ഒരു സ്റ്റൂളോ ഒരു കട്ടൻ ചായ കിട്ടാതിരിക്കാൻ സാധ്യതയില്ല. അതിന് കാരണക്കാരനായ ഒരാൾ കൂടിയാണ്. പിന്നെ പേഴ്സണലി സിനിമ ഒരുപാട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണ്, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണ്.